കൂട്ടുകാർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ബൈബിളിൻ്റെ ചില സവിശേഷതകൾ നോക്കാം. ഒന്നാമതായി, ദൈവത്തിൻ്റെ പുസ്തകമാണ് ബൈബിൾ. രണ്ടാമതായി, വിശുദ്ധന്മാർ എഴുതിയ പുസ്തകമാണ് ബൈബിൾ. ദൈവം ഇപ്രകാരം അരുളി ചെയ്തു എന്ന പ്രസ്താവനയുള്ള ഏക ഗ്രന്ഥം ബൈബിളാണ്. ഏക സത്യ ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തിയ ഗ്രന്ഥവും ബൈബിളാണ്. സമാനതകളില്ലാത്ത ഗ്രന്ഥവും ബൈബിളാണ്. ലോകത്തിൽ ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. AD 1455. രചനയ്ക്ക് 1600 വർഷമെടുത്ത ഗ്രന്ഥം ബൈബിളാണ്. 40 രചയിതാക്കളാണ് ഈ പുസ്തകത്തിനുള്ളത്. ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. 2015 വരെ 602 കോടി ബൈബിളാണ് ഇതുവരെ അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. കമ്പിത്ത പാലിൽ ആദ്യമായി ട്രാൻസ്മിറ്റ് ചെയ്ത ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും കൂടുതൽ മൂല്യം കൽപ്പിച്ചിട്ടുള്ള ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതും ഈ പുസ്തകം തന്നെയാണ്. സൗജന്യമായി ലഭിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥം ബൈബിളാണ്. 3312 ഭാഷകളിൽ ബൈബിൾ ഇതുവരെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഹിരാകാശത്ത് വായിച്ച ആദ്യ ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും കൂടുതൽ രാജ്യത്ത് അച്ചടിക്കപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണ്. എല്ലാ രാജ്യങ്ങളിലും ലഭ്യമാകുന്ന ഏക ഗ്രന്ഥം ബൈബിളാണ്. സൗദിയിലും ഉത്തര കൊറിയയിലും ഇന്ന് ബൈബിൾ ലഭ്യമാണ്. ലോകരാജ്യങ്ങളിലെ നിയമവ്യവസ്ഥയ്ക്ക് മാനദണ്ഡമായ ഗ്രന്ഥവും നമ്മുടെ ബൈബിളാണ്. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും കോടതികൾ സൂക്ഷിക്കപ്പെടുന്ന ഏക ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ആധികാരികത കൽപ്പിച്ചിട്ടുള്ള ചരിത്ര ഗ്രന്ഥം ബൈബിളാണ്. ഏറ്റവും അധികം ആളുകൾ വായിക്കുന്ന പുസ്തകവും ഈ ബൈബിൾ തന്നെയാണ്. ഏറ്റവും അധികം ആളുകൾ പഠിക്കുന്ന ഗ്രന്ഥവും ബൈബിളാണ്. ഏറ്റവും അധികം പേർ ഗവേഷണം ചെയ്യുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും അധികം പേർ സ്നേഹിക്കുന്ന ഗ്രന്ഥമാണ് നമ്മുടെ ബൈബിൾ. ഏറ്റവും അധികം പേർ ജീവൻ നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ്. ലളിതവും അതേസമയം അഗാധവുമായ ഗ്രന്ഥം. നിരാശിതർക്ക് ആശ്വാസം അരുളുന്ന ഗ്രന്ഥം. ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ട ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും അധികം ശത്രുക്കളുള്ള ഗ്രന്ഥമാണ് ബൈബിൾ. ഏറ്റവും അധികം പ്രാവശ്യം നശിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ബൈബിൾ. എതിരാളികളെ രൂപാന്തരപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ജ്ഞാനിയാകുവാൻ പഠിക്കേണ്ട ഗ്രന്ഥമാണ് ബൈബിൾ. സുരക്ഷിതനാകുവാൻ വിശ്വസിക്കേണ്ട ഗ്രന്ഥമാണ് ബൈബിൾ. വിശുദ്ധനാകുവാൻ അനുസരിക്കേണ്ട ഗ്രന്ഥമാണ് ബൈബിൾ. ആത്മരക്ഷയ്ക്ക് സഹായിക്കുന്ന ഏക പുസ്തകമാണ് നമ്മുടെ ബൈബിൾ. ശോഭനമായ ഭാവി വാഗ്ദാനം ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ബൈബിൾ. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ അടങ്ങിയ ഒരേ ഒരു പുസ്തകമാണ് നമ്മുടെ സത്യവേദ പുസ്തകം. ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.